ആ പിന്നെ സാറേ പറഞ്ഞോ. അതിപ്പോ ഒരു സ്ഥിരം ശല്യമാണല്ലോ സാറേ. ഇങ്ങനെ എത്രയോ പേരുടെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ഫോൺ വന്നത് തന്നെ അവലിമാരി എത്ര പേരെ പറ്റിച്ചായിരിക്കും പൈസ വാങ്ങിക്കുന്നത്. ആ ആ ആ അതിനെന്താ സംഭവിക്കുന്നറിയാം, മലയാളികള് ഇപ്പോഴും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാറിന് എത്ര രൂപ പോയി മൊത്തം? 10, 18, 12 രൂപ പോയല്ലേ? ആ ആ ഈ സന്തോഷിന്റെ എത്ര രൂപ പോയി? സന്തോഷിന്റെ ഓ എന്റെ അതുപോലെ ഈ അറിയപ്പെടാത്ത എത്രയോ പേരുടെ പൈസ പോകുന്നുണ്ടായിരിക്കും. ഞാനേ ഞാൻ തിരിച്ചു വരാം. ഞാനിതൊന്ന് ചാനലൊന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. കഴിഞ്ഞ് സംസാരിക്കാം. ഓക്കെ. ആ സുഹൃത്തുക്കളെ, ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ദയനീയമായ ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ശ്രദ്ധിക്കണം, മലയാളികൾ എപ്പോഴും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഹിന്ദിക്കാരെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും പറയും, അവർ നാട്ടിൽ വന്നിട്ട് ഹിന്ദിക്കാർ പണിയെടുക്കുന്നു. പക്ഷേ അവരിപ്പോൾ ചെയ്യുന്ന പണി എന്ത് കഴിഞ്ഞാൽ നാട്ടിലിരുന്നു കൊണ്ട് ഓരോ കോണ്ടാക്ട് നമ്പർ ഓരോ പണിക്കാരെ വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞിട്ട് അവരോട് പറയും, ഞങ്ങൾ 4 പേര് കയറി വരാം, ആൾക്കൊരു 2500 രൂപ വെച്ചാൽ 3000 രൂപ വെച്ച് ഇട്ട് തരണം. അപ്പം ഇവിടെ ഈ പണിക്കാർ ഇല്ലാത്ത കാരണം എന്നാ വിഷമിച്ചാണെങ്കിലും 10, 18, 20 രൂപ ഇട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ സംസാരിച്ചത് അഞ്ചലിലെ ഫിലിപ്പ് സാർ എന്നൊരു പാർട്ടിയാണ്. പുള്ളി 4 ടീമായിട്ട് 18,000 രൂപ പുള്ളി ഇപ്പിട്ട് കൊടുത്തു. അത് പുള്ളി ശരിക്കും പറ്റിക്കപ്പെട്ടു. പുള്ളിയുടെ സുഹൃത്ത് സന്തോഷം എന്നൊരു പാർട്ടി 22,000 രൂപ. പുള്ളി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഒരു ദിവസം പോയി കാണാഞ്ഞിട്ട് ഇനി അവർക്ക് ഫോണെല്ലാം കട്ട് ചെയ്തതും കൊണ്ട് റൂം എടുത്ത് കിടന്ന് പിറ്റേ ദിവസം 10 മണി വരെ നോക്കിയിട്ട് അവർ വന്നില്ല. അതും പറ്റിക്കപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം, ഇനി കൃഷിക്കാർക്കാണെങ്കിലും വീട്ടിലേക്കാണെങ്കിലും അവർ പൈസ ആയിട്ട് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു പണിക്കാരെ നമ്മൾ വെക്കുന്നതിനേക്കാളും ഭേദം വെക്കാതിരിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.